ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മിസ്റ്റർ രാജമൗലി എന്നുള്ളതാണ്. കാരണം രാജമൗലി എന്ന് പറയുന്നത് വളരെ വലിയ വിഷനുള്ള ഒരു ഡയറക്ടറാണ്. വിഷൻ മാത്രമല്ല, പുള്ളിക്ക് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കൂടിയിട്ട് അറിയാം. സോ ഇപ്പം ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരണാസിയുടെ ടൈറ്റിൽ റിവീലിംഗ് ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങിയല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഈ വീഡിയോയുടെ ഫസ്റ്റ് ഷോട്ടിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 512 സിയിലുള്ള വാരണാസിയാണ്. ഈ 512 സി എന്ന് പറയുന്നത് ഏകദേശം ഒരു വേദ കാലഘട്ടത്തിനൊക്കെ ശേഷമുള്ള ഒരു 500 വർഷങ്ങൾക്ക് ശേഷമാണ്. ഗുപ്ത സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ 512 സി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ 512 സിയിൽ വാരണാസിയിൽ ഒരു ഋഷിവര്യൻ ഇരുന്നിട്ട് ഒരു യാഗം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു യജ്ഞം ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ എന്താണ് ഈ ഒരു യാഗം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദകാലഘട്ടങ്ങളിൽ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നതായിരുന്നു ഇത്തരത്തിലുള്ള യാഗങ്ങൾ എന്ന് പറയുന്നത്. വലിയ അഗ്നികുണ്ഡങ്ങളിൽ പലതരത്തിലുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പൂജയാണ് യാഗം എന്ന് പറയുന്നത്. പല പുരാണ കഥകളിലും ഇത്തരത്തിലുള്ള യാഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഒരു പർട്ടിക്കുലർ റീസൺസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള യാഗങ്ങൾ നടത്താറുണ്ട്. ഇപ്പൊ സന്തതികളില്ലാത്ത ആളുകൾ ഇത്തരത്തിലുള്ള യാഗങ്ങൾ നടത്തുന്നതിനെ പുത്രകാമേഷ്ടി യാഗം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടിയിട്ട്, മഴ പെയ്യാൻ വേണ്ടിയിട്ട്, അത്തരത്തിൽ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പർട്ടിക്കുലർ റീസൺസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പൂജകൾ നടത്തുന്നതാണ് യാഗങ്ങളായിട്ട് കണക്കാക്കിയിരുന്നത്. തൊട്ടടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആസ്ട്രോയിഡ് ഭൂമിയിലോട്ട് പതിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. 2027 സിയിലാണ് ഷാംബവി എന്ന് പേരുള്ള ഒരു ആസ്ട്രോയിഡ് ഭൂമിയിലോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ അന്റാർട്ടിക്കയാണ് കാണിക്കുന്നത്. അന്റാർട്ടിക്കയിലെ റോസ് ഐസ് ഷെൽഫ് എന്ന് പറയുന്ന ഐസ്ബർഗ് ആണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ എല്ലാ സീനുകളിലും മഹേഷ് ബാബുവിന്റെ കഥാപാത്രമായ രുദ്രയെ കാണിക്കുന്നുണ്ട്. രുദ്രയെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നതാണോ അതോ രുദ്രയും ഇവരുടെ ടീമിന്റെ ഭാഗമായിട്ട് തന്നെയാണോ എന്നുള്ളത് അറിയില്ല. ഒരു പര്യവേഷക സംഘം അന്റാർട്ടിക്കയിൽ ഈ റോസ് ഐസ് ഷെൽഫ് കയറുന്നതായിട്ട്, എന്തോ ഒരു സാധനം തേടിക്കൊണ്ട് കയറുന്നതായിട്ട് ഉള്ള ഒരു വിഷ്വൽസ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്ത സീനിൽ ഐസ് ഷെൽഫിന്റെ താഴ്ഭാഗത്ത് കടലിനടിയിലോട്ട് ഒരു കപ്പൽ ഉറഞ്ഞു കിടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതിൽ ആ കപ്പലിലെ ആളുകളായിരിക്കാം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് ആളുകളെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ അന്റാർട്ടിക്കയിലെ ഈ റോസ് ഐസ് ഷെൽഫ് എന്ന് പറയുന്നത് ഏകദേശം 600 കിലോമീറ്ററോളം നീളവും 15 മുതൽ 50 മീറ്റർ വരെ ഹൈറ്റും ഉള്ള ഒരു ഐസ്ബർഗ് ആണ്. ഇതിന് 90% ജലത്തിന് താഴെയാണുള്ളത്. 1841 ഒരു ബ്രിട്ടീഷ് പോളാർ എക്സ്പ്ലോറർ ആയിട്ടുള്ള ജെയിംസ് ക്ലർക്ക് റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഇതിന് റോസ് ഐസ് ഷെൽഫ് എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. തൊട്ടടുത്ത സീനിൽ ആംബസ് വല്ലി വൈൽഡർനെസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിലും ഒരു പാരച്യൂട്ടിലൂടെ ഈ പറയുന്ന മഹേഷ് ബാബുവിന്റെ കഥാപാത്രമായിട്ട് രുദ്ര വന്നിറങ്ങുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന ആംബസ് വല്ലി വൈൽഡർനെസ് എന്ന് പറയുന്നത് കെനിയയുടെ സൗത്ത് ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന ആംബസ് വല്ലി വൈൽഡർനെസ്. ഇതിന് ബാക്കിൽ കാണുന്ന ഈ മലനിരകൾ എന്ന് പറയുന്നത് കിളിമാഞ്ചാരോ ആണ്. ഈ ഒരു ഏരിയയിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മരങ്ങളും സസ്യവിഭാഗങ്ങളും ഒക്കെ കാണാം. ഏകദേശം 400ഓളം വ്യത്യസ്ത സ്പീഷീസിൽപ്പെട്ടുള്ള പക്ഷികൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങൾ അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ആനകളുടെ കൂട്ടം, സിംഹം, ചീറ്റ, പുള്ളിപ്പുലികൾ, ജിറാഫ്, സീബ്ര, ഹൈന തുടങ്ങിയിട്ടുള്ള ഒരുപാട് മൃഗങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഈ വരണ്ടിട്ടുള്ള തടാകങ്ങളും അതുപോലെ തന്നെ പല ചതുപ്പ് നിലങ്ങളും ഒക്കെ കാണുന്ന വളരെ ഫലസമ്പുഷ്ടമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രദേശമാണ് ആംബസ് വല്ലി വൈൽഡർനെസ് എന്ന് പറയുന്നത്. അടുത്ത സീനിൽ ഈ സെയിം സ്ഥലത്ത് തന്നെയുള്ള നൈറ്റ് സീൻസ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് കാണ്ടാമൃഗങ്ങൾ ഒരു കുരങ്ങനെ ആക്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ കുരങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രുദ്ര എന്ന് പറയുന്ന മഹേഷ് ബാബുവിന്റെ കഥാപാത്രം അപ്പുറത്തൊരു കൊട്ടവഞ്ചിയിൽ നിന്നും ഒരു കയറിട്ട് കൊടുക്കുന്നതായിട്ടും ഈ കുരങ്ങൻ ആ കയറിൽ കയറി പിടിക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോയുടെ അടുത്ത ഭാഗത്തായി കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഗ്രബാട്ടി കേവ് എന്ന് പറയുന്ന ഒരു ഗുഹയാണ്. ഇവിടെ ഒരു പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രതിമ എന്ന് പറയുന്നത് ചിന്നമസ്ത ദേവി എന്ന് പറയുന്ന ഒരു ദേവിയുടെ ഒരു ദുർദേവതയുടേതായിട്ടുള്ള ഒരു പ്രതിമയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. മുകളിൽ നിന്നും വീഴുന്ന നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ കഥാപാത്രത്തെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പുള്ളിക്കാരി രക്ഷിക്കാനായിരിക്കാം മേ ബി അപ്പുറത്ത് തൂങ്ങിക്കിടക്കുന്നതായിട്ട് നമ്മുടെ മഹേഷ് ബാബുവിന്റെ കഥാപാത്രമായിട്ടുള്ള രുദ്രയും കാണിക്കുന്നുണ്ട്. ഈ പ്രതിമയുടെ മുൻപിൽ ഇരുന്നുകൊണ്ട് ഫസ്റ്റ് സീനിൽ കാണിച്ചതുപോലെ തന്നെ ഒരു ഋഷിവര്യനെ പോലെ തോന്നിക്കുന്ന ഒരാൾ ഇരുന്നുകൊണ്ട് ഒരു പൂജ നടത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. വീഡിയോയുടെ തൊട്ടടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് യുഗം തന്നെ മാറിയിരിക്കുകയാണ്. നേരെ 7200 BC ത്രേതായുഗത്തിലോട്ട് പോയിരിക്കുന്നു. അവിടെ രാമായണ കഥ നടക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അവിടെ രാമായണ യുദ്ധം നടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹനുമാൻ സ്വാമീനെ കാണാൻ വേണ്ടി സാധിക്കും. ഹനുമാന്റെ വാലിലൂടെ പോകുന്ന രുദ്രയുടെ കഥാപാത്രത്തെയും രഥത്തിന്റെ ബാക്കിലായിട്ട് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കുംഭ എന്ന് പറയുന്ന കഥാപാത്രത്തെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാനരന്മാരാൽ ചേർത്തപ്പെട്ടിട്ടുള്ള വളരെ വലിയ ഒരു വാനര നിർമ്മിതമായിട്ടുള്ള ഒരു മുകളിൽ നിന്നുകൊണ്ട് ശ്രീരാമൻ അമ്പ് കുലയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു അമ്പിലൂടെ നേരെ നമ്മൾ അടുത്ത സീനിൽ പോയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണികർണിക ഘട്ടാണ്. മണികർണിക ഘട്ട് എന്ന് പറയുന്നത് വാരണാസിയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടാണ്. ഇതെന്ന് പറയുന്നത് മോക്ഷത്തിന്റെ ഒരു ഘട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ ദഹിപ്പിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ മൃതദേഹം
ദേഹം ദഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ മണികർണിക ഘട്ടിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുരാണ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാർവതിയുടെ കമ്മലിൽ നിന്നും അടർന്നു വീണിട്ടുള്ള ഒരു വജ്രം, ആ വജ്രം വന്ന് വീണത് ഈ മണികർണിക ഘട്ടിലാണ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മണികർണിക ഘട്ട് എന്ന് പറയുന്ന പേര് വരുന്നതിനുള്ള റീസൺ. അതിനുശേഷം വീഡിയോയുടെ അവസാന ഘട്ടത്തിലോട്ട് വരുന്ന സമയത്താണ് വാരണാസി മൂവിയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള രുദ്ര എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മഹേഷ് ബാബുവിന്റെ എൻട്രി വരുന്നത്. പൊതുവെ മറ്റ് നമ്മൾ രാജമൗലി സിനിമകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ വളരെ വ്യക്തമാക്കി കാണിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഹിന്ദു മിത്തോളജിക്കൽ ആയിട്ടുള്ള റെഫറൻസുകളും പുരാണവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് ഇതിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ്. കാരണം പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു മിത്തോളജിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റാണ്. കോസ്മിക് ക്രിയേഷൻ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള 5 അടിസ്ഥാന ഘടകങ്ങളാണ് ഈ പറയുന്ന പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അഗ്നി, ജലം, വായു, ഭൂമി, ആകാശം തുടങ്ങിയവയാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളെയും ഈ ഒരു വീഡിയോ ക്ലിംസസിൽ കാണിച്ചു പോയിട്ടുണ്ട്. ഹിന്ദു മിത്തോളജിയിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ത്രിലോകം എന്ന് പറയുന്നത്. അതായത് 3 ലോകങ്ങൾ, ആകാശം, ഭൂമി, പാതാളം എന്ന് പറയുന്ന 3 ലോകങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇതിലെ ആസ്ട്രോയിഡിന്റെ പേരെന്ന് പറയുന്നത് ശാംഭവി എന്നാണ്. ശാംഭവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു പുരാണത്തിൽ ശിവന്റെ ശക്തി എന്നുള്ള ഒരു അർത്ഥത്തിൽ വരുന്ന പേരാണ്. അതായത് പാർവതി ദേവിയുടെ മറ്റൊരു പര്യായ പദമാണ് ഈ പറഞ്ഞ ശാംഭവി എന്ന് പറയുന്നത്. പൃഥ്വിരാജിന്റെ കുംഭ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഈ കുംഭ എന്ന് പറയുന്ന പേര് കുംഭകർണന്റേതാണ് എന്നൊക്കെ പലരും പറയുന്നതായിട്ട് കേട്ടു. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, ഹിന്ദു മിത്തോളജിയിൽ കുംഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു പാത്രം എന്നുള്ളതിലാണ്. കുംഭം എന്നുള്ള അർത്ഥത്തിൽ കുംഭമേള എന്നൊക്കെ പറയില്ല, വാരണാസിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. കുംഭകൾ ചേരുന്ന ഒരു സ്ഥലം, അതാണ് കുംഭമേള എന്ന് പറയുന്നത്. പാലാഴി കടഞ്ഞെടുത്തിട്ട് ദേവന്മാർക്ക് കിട്ടിയിട്ടുള്ള അമൃത് എന്ന് പറയുന്നതാണ് ദേവന്മാരുടെ വളരെ വലിയൊരു ശക്തി എന്ന് പറയുന്നത്. ഈ അമൃത് ഇട്ട് വെക്കുന്നതാണ് കുംഭം. അപ്പൊ ഇത്തരത്തിൽ അറിവും ജ്ഞാനവും ഇമ്മോർട്ടാലിറ്റിയും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമായിരിക്കും ചിലപ്പോൾ പൃഥ്വിരാജിന്റെ ഈ പറയുന്ന കുംഭ എന്ന് പറയുന്ന കഥാപാത്രം. ആ ഒരു സൂചിപ്പിക്കാനായിരിക്കാം ചിലപ്പോൾ മേ ബി കുംഭ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗ്ലോബ് ട്രോട്ടർ എന്ന് പറയുന്നതിലൂടെ മഹേഷ് ബാബുവിന്റെ കഥാപാത്രം ഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലൂടെയും ചുറ്റി നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം ടൈം ട്രോട്ടർ എന്നുകൂടി എഴുതി കാണിക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇതിൽ ടൈം ട്രാവൽ എലമെന്റ്സ് ഉണ്ടാവാം. സോ വാരണാസി എന്ന് പറയുന്ന സിനിമയുടേതായിട്ട് ഇനി പുറത്തിറങ്ങാൻ പോകുന്ന അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. ബൈ.